ഇന്നിപ്പോ മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് വല്ല തോട്ടത്തേക്ക് ഇറങ്ങിയതാണ്. നമ്മളെ കൊടംപുളി മരത്തിൽ ഇഷ്ടം പോലെ കൊടംപുളി ഉണ്ട്. അപ്പൊ അത് പഴുത്തത് വീണിട്ടുണ്ടാവും. പിന്നെ തോട്ടത്തിന് ഉള്ളിലൊരു മാംഗോസ്റ്റിൻ ഉണ്ട്. അതിൽ അത്യാവശ്യം നല്ല മാംഗോസ്റ്റിൻ ആയതാണ്. അതും ചിലപ്പോൾ പഴുത്തിട്ടൊക്കെ ഉണ്ടാവും. നോക്കിയിട്ടില്ല കുറേ ദിവസമായി. അപ്പൊ നമുക്ക് ഉണ്ടെങ്കിൽ അതും പറിക്കണം, കൊടംപുളി ഉള്ളത് പെറുക്കി എടുക്കുക. അപ്പൊ നമ്മളെ വരുന്ന വഴി തന്നെ ഇട്ടോ അത് നമ്മളെ കൊടംപുളിന്റെ മരം കണ്ടില്ലേ, ഇഷ്ടം പോലെ കൊടംപുളി ഉണ്ട്. കാണിച്ചു കൊടുക്ക്. പക്ഷെ നേരത്തെ തന്നെ കൊടംപുളി ആയിട്ടുണ്ട് കേട്ടോ. മറ്റേ നമുക്ക് ജൂലൈ മാസമൊക്കെയാണ് നമ്മളെ കൊടംപുളി പഴുത്ത് വരിക. അപ്പൊ ഇതിന്റെ അടിയിലൊക്കെ ഇതാ വീണ് കിടക്കുന്നുണ്ട്. അങ്ങോട്ടൊക്കെ നോക്ക്. ഇതാ പറഞ്ഞില്ലേ കൊടംപുളി പഴുത്ത് വീണിട്ടുണ്ടാകും. നോക്ക്, നമുക്ക് ഇതിലും വലിയ കൊടംപുളി ഉണ്ട്, അത് ആവുന്നേ ഉള്ളൂ. അത് വലിയ മരം കേട്ടോ. ഇത് പിന്നെ നേരത്തെ ആയിട്ടുണ്ട്. നമുക്ക് കിട്ടുന്ന കൊടംപുളിയൊക്കെ ഇങ്ങനെ പെറുക്കിയെടുക്കാം. അപ്പൊ ഇത് നമുക്ക് മാംഗോസ്റ്റിൻ കിട്ടിയാട്ടോ കേട്ടോ. എന്ന് വെച്ചാൽ കൊടംപുളിന്റെ കറ ഇതിലാവും. അത് നമുക്ക് അങ്ങനത്തെ കൊട്ട നല്ലത്. നോക്കിച്ചു അവിടെ അതാ ഇങ്ങനെ തെരഞ്ഞാലേ കാണുള്ളൂ. ഈ പുല്ലിലൊക്കെ ആയി കഴിഞ്ഞാലേ കൊടംപുളിയൊക്കെ നമ്മള് ഒന്നര വിട്ട്, അല്ലെങ്കിൽ ഡെയിലി വന്നാൽ അത്രയും നല്ലത്. ഒന്നര വിട്ടൊക്കെ വന്നിട്ട് ഇങ്ങനെ പെറുക്കിയെടുക്കണം, അല്ലെങ്കിൽ വേഗം ചീഞ്ഞു പോകും താഴെ വീണ് കഴിഞ്ഞാല്. ഇങ്ങോട്ടൊക്കെ കാണിച്ചു കൊടുക്കുക. ഇഷ്ടം പോലെ ഉണ്ട്. നല്ല ഇത് ചെറിയ മരമാണ്. നമ്മൾ ഇനി വലിയ കൊടംപുളി ഉണ്ടാകുന്ന വലിയ മരത്തിലാവും. വേറെ ടൈപ്പ് കൊടംപുളി കേട്ടോ. അത് ശരിക്കും നല്ല ഉരുളൻ കൊടംപുളി. ഇത് കുറച്ച് നീളനും അല്ല ഉരുളനും അല്ലാത്ത ടൈപ്പാണ്. മറ്റേ നല്ല ഉണ്ട കൊടംപുളിയാ. ഇതാ ഇവിടെ കിടക്കുന്നത്. മഴ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ചീഞ്ഞിട്ടില്ല കേട്ടോ. ഉള്ളത് നല്ല വൃത്തിയുണ്ട്. അപ്പൊ ഇങ്ങനെ കുറച്ച് കുറച്ചേ കിട്ടുള്ളൂ. ഇത് നമ്മളിപ്പോ വെയിലുണ്ട്, വെയിലത്തിട്ട് ഉണക്കാം, അല്ലെങ്കിൽ നമ്മൾ കോർത്തിട്ട് അടുപ്പിന്റെ മുകളിലൊക്കെ ഇങ്ങനെ കെട്ടി തൂക്കല കേട്ടോ. ഇതൊക്കെ ഈ ഒരു സമയത്ത് കിട്ടി അങ്ങനെ ആകും. അതവിടെ ഉണ്ടല്ലടാ വഴി തന്നെ, അത് കണ്ടില്ല. അപ്പൊ നമുക്ക് വെയിലത്തിട്ട് വേഗം ഉണക്കാം. ഇപ്രാവശ്യം പഴുത്തിട്ട് കിട്ടിയ ആദ്യത്തെ കൊടംപുളി കേട്ടത്. ഇനി നമുക്ക് എന്നും ഓരോ ദിവസം അല്ലെങ്കിൽ ഇടവിട്ടൊക്കെ വന്നിട്ട് ഒന്നിടവിട്ടൊക്കെ വന്നിട്ട് നമുക്കിത് പെറുക്കിയെടുക്കണം. ഇത് അധികം പെറുക്കൽ ഉമ്മയാണ്. ഉമ്മ ഒന്നോളും രാവിലെ അമ്മ വന്ന് നോക്കിയിട്ട് പെറുക്കിയെടുക്കലാണ്. അപ്പൊ ഈ ഒരു സ്ഥലം കണ്ടില്ല, ഇങ്ങനെ പുല്ലൊക്കെ ആയിട്ട് നടക്കുന്നത്. ഇവിടെ നമ്മൾ പശുവിന് കുറച്ച് പുല്ല് നട്ടത് ചെയ്ത് CO3 പുല്ലാണ്. ഇതിപ്പോ നമ്മൾ ഒഴിവാക്കിയിട്ട് ഇനി ഇവിടെ നമ്മള് കുറെ ആയ പുല്ല മാറ്റിയതൊക്കെ സമയം കഴിഞ്ഞു പോയി. ഇവിടെ നമ്മൾ ഇനി പച്ചക്കറി നടാനുള്ള ഒരു പ്ലാനിലാണ്. അപ്പൊ നല്ല ഇതുപോലത്തെ കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ നമ്മൾ വേഗം ഇനി ഈ പുല്ലൊക്കെ വെട്ടി ഒഴിവാക്കിയിട്ട് ഇവിടെ പച്ചക്കറി നട്ടു കൊടുക്കും. അപ്പൊ ഇത്ര കൊടംപുളി ഇട്ടിട്ട് ആദ്യത്തെ കൊടംപുളി ഇതാ ഇത്രയുണ്ട്. ഇനി നമുക്ക് മാംഗോസ്റ്റിൻ പോയിട്ട് പറിക്കാം. അങ്ങോട്ട് പോവല്ലേ. മാംഗോസ്റ്റിൻ ഉണ്ടാവുമെന്ന് അറിയില്ല, നമുക്ക് ചെന്ന് നോക്കാം. അതും ആദ്യം ഉണ്ടായതാ. നമ്മൾ തോട്ടം നനച്ചതുകൊണ്ടേ ഈ തോട്ടത്തിന് ഉൾഭാഗത്തുള്ള മാംഗോസ്റ്റിൻ നല്ല ആയിട്ടുണ്ട്. ആദ്യമേ ആയതാ. നമ്മുടെ വീടിനോട് ചേർന്ന് 2-3 മരണ്ട്, അതിൽ ചെറുതാണ്, ആയിട്ടില്ല. ഇനി അങ്ങോട്ട് പോവാ. കൊടംപുളി ഇറങ്ങോട്ടല്ലേ, വരുമ്പോ എടുക്കാം. ചിലപ്പോ നമ്മളെ കൊട്ട വെറുതാവും കേട്ടോ, നോക്കാം. ഇതാണ് നമ്മുടെ മാംഗോസ്റ്റിന്റെ മരം കേട്ടോ. ഇതുണ്ട് ഇഷ്ടം പോലെ കായ്കൾ. താഴ്ഭാഗത്ത് നോക്കുക, ഇവിടെയൊക്കെ ഇഷ്ടം പോലെ പച്ചയാണ്. പഴുത്തുണ്ടോന്ന് നോക്കാം. ഉള്ളിൽ ചെന്ന് നോക്കിയാൽ കാണുള്ളൂ, പെട്ടെന്ന് നമുക്ക് കാണൂല. ഇവിടെ കണ്ട കാപ്പിച്ചെടികൾ ഇതിന്റെ അടിയിൽ ഇതൊക്കെ നനച്ചു കൊടുത്ത സമയത്ത് നമ്മൾ സ്പ്രിംഗ്ലർ ചെയ്തിരുന്നു. അപ്പൊ നല്ല തുടക്കത്തിൽ തന്നെ നല്ല മാംഗോസ്റ്റിൻ പിടിച്ചതുകൊണ്ടാണ് ഇപ്പൊ ഇതിൽ ആയിട്ടുണ്ടാവുന്നുള്ള പ്രതീക്ഷ. ആയിട്ടില്ല, പഴുത്തിട്ടുണ്ടാവുന്നുള്ളത്. ഇത് കണ്ട ഇവിടെയൊക്കെ ചെറുത് ഈ കാണുന്നതൊക്കെ ഇപ്പം ആയി വരുന്നതാ. ഇങ്ങനത്തതാണ് നമ്മളെ വീടിനോട് ചേർന്ന മരത്തിലൊക്കെ ഇതുപോലത്തെ ചെറുതുകളാണ്. ഇതിൽ കണ്ട വലുപ്പവും ചെറുപ്പവും ഉള്ളത് രണ്ടും ഉണ്ട്. ആദ്യം ഉണ്ടായതാണ് നല്ല വലുപ്പമുള്ളത് കേട്ടോ. വടിന്ന് നോക്കറിച്ചു മുകളിലോട്ട് നോക്കിയാൽ ഇതിന് ഇലമറവുകൊണ്ട് പെട്ടെന്ന് കാണൂല. അതടാ പഴുത്ത 2 എണ്ണം ഉണ്ട്. കാണുന്നുണ്ടോ നോക്ക്. ഇലേന്റെ മറവിന് ഉള്ളിലാണിതാ 2 എണ്ണം ഉണ്ട്. അതിന്റെ അപ്പുറത്തും ഉണ്ട് കേട്ടോ. അവിടുന്ന് കറക്റ്റ് കാണും. ഇതിന്റെ അടിയിൽ വന്നപ്പോൾ ഭയങ്കര ഇരുടായില്ലേ, ഷെയ്ഡല്ലേ, ഭയങ്കര ഇലന്റെ ഉണ്ട് മുകളിലൊക്കെ ഉണ്ട്. നമുക്ക് നോക്കിയിട്ട് അങ്ങനെ പറിക്കുക. താഴെ ഇതാ ഇവിടെ കിടക്കുന്നുണ്ടല്ലോ. അപ്പൊ ഫസ്റ്റ് മാംഗോസ്റ്റിൻ കിട്ടി. ഇതാ താഴെ വീണിട്ട്. ഇത് 2 ദിവസം ആയില്ലേ വീണിട്ട്. മണ്ണൊക്കെ ഉണ്ട്, മഴയൊക്കെ പെയ്തിട്ട് തട്ടിണ്ടാ. ചിലത് ഇങ്ങനെ പഴുത്താ വീഴും. പിന്നെ അണ്ണാൻ കഴിക്കാത്ത വലിയ ഭാഗ്യം കേട്ടോ. അണ്ണാൻ കഴിച്ചിട്ട് ഇതിന്റെ അടിയിലൊക്കെ ഇഷ്ടം പോലെ തൊണ്ടുണ്ടാവും. അണ്ണാൻ കണ്ടിട്ടില്ല. എന്നാലും പഴുത്തത് നമ്മൾ തന്നെ ആദ്യം അറിഞ്ഞ് വന്നത് നന്നായി. ഇന്ന് കൊടംപുളിയും കിട്ടി. ഇനി നമുക്ക് ഇത് കാണുന്ന മാംഗോസ്റ്റിനൊക്കെ പറിക്കാം. ഇങ്ങോട്ടൊക്കെ നോക്കി ആദ്യം ഇവിടുന്ന് കണ്ടുകഴിഞ്ഞാലേ മോള് ഇതാ ഇങ്ങോട്ടൊക്കെ ഉണ്ട്. ഇതാ ഇത്ര മുന്നിലായിട്ട് കാണില്ല. ഇതാ 2 എണ്ണം കണ്ടോ, ഒരു ആയി വരുന്നത് തുടക്കത്തിൽ. അതിന്റെ ഉള്ളിൽ തന്നെ 2 എണ്ണം. സംഭവം അങ്ങനെയാണ്. താഴെന്ന് ഇങ്ങനെ നോക്കിയിട്ട് വേണം, ഇത് കണ്ടുപിടിച്ചിട്ട് വേണം കയറാൻ. മേലെ കയറി ചിലപ്പോൾ ഒന്നും കാണൂല. ഇങ്ങോട്ട് വേടാ കറക്റ്റ് കാണുന്നത്. ഇപ്രാവശ്യത്തെ ആദ്യത്തെ മാംഗോസ്റ്റിൻ ഉള്ളിലാ അങ്ങനെ കാണുള്ളൂ അല്ലേ. ഇവിടെ ഒരു ക്ലിയറും കുറവ്. മഴക്കാർ പിന്നെയും വരുന്നുണ്ട്. മഴ പെയ്യുന്നതിന് മുന്നേ നമുക്ക് കയറാം. ഇതിന്റെ തൊട്ടടുത്ത് വേറൊരു മരം ഉണ്ട്. അത് കാണിച്ചു കൊടുക്ക്. അത് അവിടെ ഒരു മരം. പക്ഷെ ആ മരത്തിന്റെ അടുത്തന്നെ തെങ്ങും വന്ന്
പിന്നെ ഇപ്പോഴത്തെ ആ ഓടേന്റെ ഒക്കെ ഒരു ചോല വന്നിട്ടേ അതിലങ്ങനെ കായ്കളില്ല. അതിലൊന്നും അങ്ങനെ പൂത്തിട്ടൊന്നുമില്ല. നമ്മളിത് വേനലിൽ നനച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ പൂത്തപ്പോഴേ നമ്മള് ഇതിൽ അത്യാവശ്യം കായ് ഉണ്ടാവുന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. മറ്റേത് പിന്നെ ആദ്യം പിടിച്ചിട്ടില്ല. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വലിച്ചു കെട്ടിയ കെട്ട് ഇതാ നല്ല സെറ്റ് ആയിട്ടുണ്ട്. കാപ്പിക്ക് വലിച്ചു കെട്ടിയതാണ്. മഴക്കാലത്തെ മരം ഒന്ന് ചെരിഞ്ഞിട്ടോ, എന്നിട്ട് അപ്പൊ തന്നെ നമ്മൾ മണ്ണ് ആ ഇളക്കമുള്ളതുകൊണ്ട് വലിച്ചു കെട്ടിയതാണ്. ഇപ്പൊ കറക്റ്റ് സെറ്റായി. ഇവിടെ വേഗം ഇതിന് നല്ല ഇല ഉള്ളതുകൊണ്ട് വേഗം കാറ്റ് പിടിക്കും. ഇപ്പൊ ഒന്ന് പറിക്കല്ലേ, പഴുത്തത് നമുക്ക് തിന്നത് കാണിക്കാൻ പറിച്ചിട്ട് കാണിക്കാം അല്ലേ. ഇതിലും പഴുത്തുണ്ട് മുകളില്. ഇതെങ്ങനെ വീണേന്നാവോ അത്ര അങ്ങനെ. ഇതിലും നല്ല നല്ല കടുപ്പ നിറം, ഒരു കറുപ്പ് നിറം വരും. ഇതൊരു ബ്രൗൺ അല്ലേ, ഒന്നുകൂടെ നല്ല അങ്ങനെ കറുപ്പായാലേ വീഴുള്ളൂ. അപ്പൊ ഇനി അങ്ങോട്ട് മാംഗോസ്റ്റീൻ സെറ്റാണ്. എന്തായാലും കയറി നോക്കട്ടെ. ഈ ഒരു മരത്തിന് പ്രത്യേകത ഉണ്ട്. നമ്മുടെ ഇതിൽ ഏറ്റവും ചെറിയ മരം ഇതാണ്. ഇത് ഈ 2 മരം. മറ്റിലൊക്കെ ഞാൻ മുകളിൽ കയറി പറിച്ചു കൊടുക്കണം. അപ്പൊ വലിയ ക്ലിയറിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. ഇത് കണ്ട റിച്ച് കയറിയിട്ടുണ്ട്. അപ്പൊ ഇത് റിച്ച് നല്ല പഴുത്ത് കാണിച്ചു കൊടുക്കുക. ഇപ്പോഴാണ് ഇതിന്റെ ക്ലിയർ കറക്റ്റ് കാണുക. നല്ല ഇതുപോലെ ഉണ്ടാവും. പറിക്കട്ടെ. അപ്പൊ അതാ ഫസ്റ്റ് മാംഗോസ്റ്റീൻ ഇതാ പറിച്ചിട്ടുണ്ട്. നല്ല സൂപ്പർ മാംഗോസ്റ്റീൻ. നോക്ക് ഇങ്ങനെ ഉണ്ടാവും. നല്ല പഴുത്ത് കഴിഞ്ഞാല് ആദ്യമായിട്ട് ഈ മരത്തിൽ നിന്നൊക്കെ ഇങ്ങനെ പഴുത്ത് അണ്ണാൻ കഴിക്കാതെ കിട്ടുന്നത് ഫസ്റ്റ് തന്നെ. തൊട്ടടുത്ത് തന്നെ നോക്ക്. പക്ഷെ നല്ല വലുപ്പുണ്ടല്ലേടാ. നോക്ക് 2 മാംഗോസ്റ്റീൻ. ഉറുമ്പുണ്ട്, ഉറുമ്പുള്ളത് നല്ലതാ. നോക്ക് നല്ല വലുപ്പമുണ്ട്. നല്ല അതാണ് ഇപ്രാവശ്യം എണ്ണം കുറയുമ്പോൾ കായ് കുറയുമ്പോൾ വലുപ്പം കൂടുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഭയങ്കര കായ് ആയിരുന്നു. അതൊക്കെ പച്ച ഇഷ്ടം പോലെ ഉണ്ട് ഇട്ടതാ. പച്ച നോക്ക്. നമുക്ക് എന്തായാലും കുറേ മാംഗോസ്റ്റീൻ അങ്ങോട്ടൊക്കെ ഉണ്ട്. ഇതാ ഇനി അടുത്ത ഞാൻ പറഞ്ഞില്ല. എടാ വേറെ 2 നോക്കടാ ഇങ്ങോട്ട്. ഇതിന് മുകളിൽ കയറിയപ്പോ കുറച്ചുണ്ട് കേട്ടോ. ഇതാ ഇത് പറിക്കട്ടെ. ഇതാ സാധനം അതുപോലെ തന്നെ നല്ല കണ്ടില്ലേ, എല്ലാം പഴുത്തതാ. ഇപ്പൊ താഴെ വാങ്ങാൻ ആളില്ലല്ലോ റിച്ചോ. 2 മുകളിൽ കയറിയിട്ട് ഇതാ ഇത് നോക്കി സാധനം. മറ്റേ നമ്മൾ തോട്ടത്തിന് ഉള്ളിലായതുകൊണ്ടേ ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഒന്നിലെ അണ്ണാൻ കൊണ്ടുപോകും. കഴിഞ്ഞ പ്രാവശ്യം പിന്നെ നമ്മൾ വീഡിയോയിലൊക്കെ പറയുന്നു പണിക്കാർ വന്ന് ഓല് കുറെ പറിച്ചു. പക്ഷെ അവര് കുറെ പച്ച പറിച്ചു കേട്ടോ. നമ്മൾ വാഴപ്പണിക്കൊക്കെ വന്ന സമയത്ത് ഇത് കമന്റ് വന്നിരുന്നില്ല നമ്മളോട്, പണിക്കാരും കുറച്ച് കൊണ്ടുപോട്ടെ. കൊണ്ടുപോകുന്നതിന് നമുക്കൊരു കുഴപ്പമില്ല. പക്ഷെ ഇതുപോലെ പഴുത്തത് പറിക്കാനേ കുഴപ്പമില്ല. കുറെ അടിച്ചിട്ട് അവര് തോട്ടി ഉപയോഗിച്ച്, ഇതൊക്കെ ചെറിയ മര കയറി പറിക്കാനൊക്കെ എളുപ്പമാണ്. പക്ഷെ അവർ തോട്ടിയിട്ട് അടിച്ചിട്ട് കുറെ പച്ച വീണ്. ഇപ്പൊ എന്ത് ചെയ്യിച്ചോ, കൊട്ടെടുക്കാതെ 2 നേരെ കയറിയിട്ട് നീ പിടിക്കും, ഞാനും പറിക്കട്ടെ. ഒന്നുകൂടെ പിടിക്കണ, പോക്കറ്റിലിട്. പോക്കറ്റൊന്നും പോരാ, 2 കൂടെ പറിച്ചിട്ട് ഈ താഴെ ഇറങ്ങി കേട്ടോ. അതിന്റെ പോക്കറ്റിലിടാനല്ലേ. പോക്കറ്റിലിട്ടോ, നമ്മളെ കൊട്ട താഴെ ഇരിക്കുന്നേ. അപ്പൊ ഇതാ അടുത്തത് നല്ല പഴുത്ത് നോക്ക്. ഇങ്ങനെ ഉണ്ടാവും. ഇതൊക്കെ എന്താ മധുരയ്ക്കുന്ന ഇത്ര പഴുത്ത് കഴിഞ്ഞാല്. ഒന്ന് അതിന്റെ അപ്പുറത്തുണ്ട്. ഇത് കുറച്ച് കുറവാട്ടോ പഴുപ്പ് ആയി വരുന്നുള്ളൂ. പക്ഷെ ഇതൊക്കെ 2 ദിവസം കഴിഞ്ഞാൽ നല്ല പഴുത്ത് കിട്ടും. അപ്പൊ എന്തായാലും വന്നത് മോശമായില്ല. മുകളിൽ നോക്ക്, വലുത് കാണുന്നുണ്ടോ. ഇതിന്റെ ഇലന്റെ മറവിലേക്കും ഇല മാറ്റിയ കറക്റ്റ് കാണാം. മഴയൊന്നും ഇല്ലാത്തതുകൊണ്ട് കറക്റ്റ് നമുക്ക് മഴ വരാൻ നിൽക്കുന്നുണ്ട്. ഇങ്ങനെ കറക്റ്റ് കാണിച്ച് വീഡിയോ എടുക്കേണ്ടി കാണുന്നുണ്ടോ. ഇതാ ഇല മാറ്റിയതാ, പറിച്ച് കാണിച്ചാൽ ഇനി ഇല മാറ്റേണ്ടതാ സാധനം നോക്ക്. അപ്പൊ ഇനി കുറച്ചുകൂടെ അപ്പുറം സൈഡിലൊക്കെ ഉണ്ട്. പിച്ച് വലിയ താഴെ ഇറങ്ങിക്കോ, ഞാൻ താക്കി ഇട്ടുതരാം കേട്ടോ. ഓക്കെ ഇതാ മരം നല്ല കാണിച്ചു കൊടുക്കുക. അത്യാവശ്യം ഇങ്ങോട്ടൊക്കെ നല്ല കായ്കളുണ്ട്. ഇതാ പച്ച നോക്ക്. ഇതൊക്കെ പറിക്കാൻ നല്ല എളുപ്പമായിട്ട് ഈ മരത്തിലുള്ളത്. മറ്റു 2 മരവും നല്ല വലുപ്പമുള്ളതാണ്. നമ്മൾ വീടിനോട് ചേർന്ന്, വീടിനോട് ഒന്ന് ചേർന്നാണ്, പക്ഷെ ഒന്ന് നല്ല ഹൈറ്റ് ഉണ്ട്. പിച്ച് താഴെ ഇറങ്ങി ഇതാ കൊട്ടയും പിടിച്ചിട്ടുണ്ട്. കൊട്ടയിൽ നമ്മൾ ആദ്യം കിട്ടി ഒന്നുണ്ട് അല്ലേ. അതായിരിക്കും ഇങ്ങനെ ഇട്ടുതരാം. അടുത്തായതുകൊണ്ട് ഇങ്ങനെ ഇട്ടുതരും വേണ്ട, ഇങ്ങനെ വെച്ച് തന്നാൽ മതി അല്ലേ. ഇതാ നമ്മളിത് കണ്ടോ, ഇത് നല്ല വലുപ്പമുള്ളതാ. പെട്ടെന്ന് നമ്മളെ കൊട്ട നിറയല്ലോ. നിറയട്ടെ. നിനക്ക് പോക്കറ്റിലുണ്ട്, കഴിഞ്ഞിട്ടില്ല. ഇനി പറിക്കാനും ഉണ്ട് പോക്കറ്റിലുള്ളത്. പോക്കറ്റിൽ നിറച്ചതല്ല റിച്ചോ. നോക്ക് സാധനം നോക്കടാ. ഇനി ഞാൻ പറിക്കട്ടെ കേട്ടോ. സംഭവം ഇത്രയും സാധനം ഇന്ന് വന്നുകൊണ്ട് കിട്ടി. അല്ലെങ്കിൽ എന്തായാലും പണി കിട്ടും കേട്ടോ. നമ്മൾ നാളെ കഴിഞ്ഞ് മറ്റന്നാളൊക്കെ വരികയാണെങ്കിൽ എന്തായാലും ഒന്നില് പഴുത്ത് താഴെ വീണു, അല്ലെങ്കിൽ അണ്ണാന് കണ്ടു കഴിഞ്ഞാലേ പ്രശ്നം. അണ്ണാൻ അങ്ങനെ ഇതാക്കി പറയല്ല കേട്ടോ. അണ്ണാനൊക്കെ കുറച്ച് കൊടുക്കണം. പക്ഷെ ഇവന്മാര് കണ്ടു കഴിഞ്ഞാലേ നമ്മൾ പഴുക്കാൻ കാത്തിക്കുന്നതിലും മുന്നേ ഓര് വെയിറ്റ് ചെയ്തിരിക്കും. ഇച്ചോ നല്ല മുകളിലൊന്നുണ്ട്. ക്ലിയർ എടുക്കൊന്നും വേണ്ട, ക്ലിയർ ഒന്നും കിട്ടില്ല. അത്രയും മുകളിലാണ്. ഇതിന്റെ ഒറ്റ എൻഡിലാ. ഇതാ ഇത് കൊട്ടയൊക്കെ നെറ്റിലേക്ക് ക്യാച്ച് ചെയ്യോ. ഇടണമെങ്കിൽ താഴേക്ക് വരണം. വരെ
മാംഗോസ്റ്റിന്റെ മരത്തിന് നല്ല അത്യാവശ്യം വലുപ്പമായി കഴിഞ്ഞാൽ ഇതുപോലെ നല്ല കമ്പ് നല്ല ഉറപ്പുണ്ടാവും. അപ്പൊ ചവിട്ടി നമുക്ക് ഇങ്ങനെ ഇറങ്ങി വരാം കേട്ടെ. പിന്നെ ഇതൊക്കെ കായ്ക്കൽ തുടങ്ങിയിട്ട് ഇപ്പൊ എത്രയായി? ഇത് 4-ാമത്തെ വർഷം കേട്ടതില്. ഈ ഒരു കഴിഞ്ഞ വർഷം ഇതിലും കായ്കൾ ഉണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു 2 വർഷമായിട്ട് ഇപ്പൊ നല്ല കായ്കൾ ഉണ്ട്. കഴിഞ്ഞ വർഷം പിന്നെ ഇതിൽ കൂടുതലുള്ള പറഞ്ഞാല് വലുപ്പം കുറവായിരുന്നു. അപ്പൊ അത്യാവശ്യം നല്ലതാ, കമ്പിനൊക്കെ നല്ല ബലം വന്ന്. ചെറുതാകുമ്പോൾ നമുക്ക് ഇങ്ങനെ ചവിട്ടി കയറാൻ പറ്റില്ല. അപ്പം ചെറിയ മരമാണ് നല്ലത്, അതിനൊക്കെ നല്ല ഉറപ്പുമായി. അപ്പൊ എല്ലാ സൈഡും റിച്ചുവിന് താഴ്ന്ന് കാണിച്ച് നമ്മള് എല്ലാം പറിച്ചിട്ട് കാണിച്ചു തരാം. വീഡിയോ എടുക്കുന്നതുകൊണ്ട് റിച്ചുവിന് കാണിച്ചു തരാൻ പറ്റില്ല. വേറെ നോക്കിയിട്ട് പറഞ്ഞു കേട്ടോ. ഞാനും നോക്കുന്നുണ്ട്. അങ്ങനെ പറി കഴിഞ്ഞ് അപ്പൊ അതാ പോക്കറ്റിലുണ്ട്. ഇതാ നല്ല പഴുത്ത കേട്ടോ. ഇതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത് കറുപ്പാവും പറഞ്ഞ്. നല്ല ബ്രൗൺ ഒക്കെ കൂടെ അങ്ങോട്ട് ഇതാ കറുപ്പ് നല്ല മുന്തിരിയുടെ നിറമായിട്ടുണ്ട്. പിന്നെ ഇതാ കിട്ടിയ ഏറ്റവും വലുതിന്റെ പോക്കറ്റിലുണ്ട്, മുകളിൽ നിന്ന് കിട്ടി. നോക്ക്, നല്ല അടിപൊളി സാധനം. ഒന്നുകൂടെ ഉണ്ട് പോക്കറ്റിൽ. കിട്ടുന്ന ലാസ്റ്റ് എല്ലാം പറിച്ചെടുത്തതാ. അപ്പൊ നമുക്കിതാ ഇത്രയും മാംഗോസ്റ്റിൻ കിട്ടിയിട്ടുണ്ട്. നമുക്ക് കാണിച്ചു കൊടുക്ക്. നമ്മളെ പ്രാവശ്യത്തെ ഫസ്റ്റ് കിട്ടല അതൊക്കെ. അപ്പൊ കുറെ നേരമായി റിച്ചുവിനും കൊതിയാറുണ്ട്. ഓനോട് തിന്നല്ലേ അറിഞ്ഞു ഞാൻ. നമുക്ക് ഒന്നും എടുത്തിട്ട് കഴിക്കണ്ടേ, കുറെ നേരമായില്ല. നമ്മൾ കിട്ടിയ ഫസ്റ്റ് കഴിച്ചിട്ടാണ് നമ്മൾ പിന്നെ പറിക്കലൊക്കെ തുടങ്ങല്. ഇന്ന് നേരെ തിരിച്ചാലോചിച്ചോ. അപ്പൊ നല്ല ഹെൽപ്പുള്ള ഒന്ന് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നോക്ക്, ഇവിടെ കണ്ടോ, ഇതിന്റെ തൊണ്ടിൽ അങ്ങനെ ഒരു അടയാളം പോലെ 1, 2, 3, 4, 5, 6 കണ്ടോ, കറക്റ്റ് 6 എണ്ണം. ഇത് പറയാനുള്ള കാരണം എന്താ അറിയോ? ഇതിലുള്ള എവിടെ കാണുന്ന എണ്ണ അനുസരിച്ചിരിക്കും ഇതിന്റെ ഉള്ളിൽ നമുക്ക് കിട്ടുന്ന കുരു കിട്ടും. നമ്മൾ കഴിക്കുന്ന കുരു ഉണ്ടല്ലോ ഇതിന്റെ. എന്തായാലും പൊട്ടിച്ചോക്കെ അല്ലേ. അത് നല്ല പഴുത്തത് ബിയമോൾ എടുത്തോട്ടെ. ഓൾ സ്കൂൾ കഴിയുമ്പോഴേ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഇത് കാണുമ്പോൾ കിട്ടും. അപ്പൊ അതാ സംഭവം നല്ല പഴുത്തിട്ട് ഇതാ ഇങ്ങനെ കിട്ടുന്നുണ്ട് കേട്ടോ. ഓക്കെ, നല്ല വലിയ കുരു കേട്ടോ. അപ്പൊ റിച്ചുതാ എണ്ണി തന്നെ കാണിച്ചു കൊടുക്കട്ടോ. നമ്മളെ ഫസ്റ്റ് 6 എണ്ണല്ലോ പറഞ്ഞ്. ഇതാ 1, 2, 3, 4, 5, 6. 3 ചെറുതും 3 നല്ല വലുപ്പമുണ്ട് അല്ലേ. അപ്പൊ അതാ വലുതെടുത്തൊന്ന് കഴിക്കട്ടെ. അതാ റിച്ചോ ഒന്ന് താഴെ വീണടാ. എന്നാ കഴിക്കട്ടെ. എന്താ മധുരം, ഒന്നും പറയാനില്ല. അത്യാവശ്യം വലിയ കുരുവാണ് 3 എണ്ണം. കഴിച്ചോ. ഈ വീഡിയോ എടുത്ത് കഴിച്ചും ചെയ്താ അങ്ങനെ അടിപൊളിയല്ലേ. റിച്ചുവിന്റെ എക്സ്പ്രഷൻ കാണണമെങ്കിൽ ക്യാമറ തിരിക്കണം കേട്ടോ. ചെറുതിലൊന്നും വീണുപോയി. ഇതാ 2 ചെറുത്, 1 ചെറുത് ആയി വീണ്. അങ്ങനെ 3 ഞങ്ങൾ 2 കഴിച്ചോ ഓരോന്നും. ഇതാ ഒന്നുകൂടെ കഴിക്കട്ടോ. നല്ല മധുരം, അത്യാവശ്യം നല്ല കയമ്പുണ്ട് അല്ലേ. പിന്നെ ഇങ്ങനെ വളർത്തു കഴിഞ്ഞാൽ ഇതുമുള്ള ഈ വെള്ള നമ്മളൊക്കെ കഴിക്കുന്ന കയമ്പ് കുറയും കേട്ടോ. ഓവർ വളർത്താൽ ഏറ്റവും നല്ല ഈ പാകത്തിലാണ്. കഴിച്ചോ. ഞാൻ തന്നെ അടുത്ത് വാരിയിടാം. 2 കഴിച്ചോ. അപ്പൊ ഇത്രയും സാധനം ഉണ്ട്. അപ്പൊ ഇനി അങ്ങോട്ട് നമ്മളെ വീഡിയോയിൽ ഇടയ്ക്കിടയ്ക്ക് മാംഗോസ്റ്റിന്റെ വിളവെടുപ്പ്, മാംഗോസ്റ്റിൻ പറിക്കുന്നതായിരിക്കും. എന്ന് വെച്ചാൽ ഇന്ന് നമ്മളെ തുടക്കമാണ്. ഇനിയിപ്പോൾ 2 ദിവസം കഴിഞ്ഞ് വന്നാൽ ഇതവിടെ അവിടെ കാണുന്നുണ്ട് വെച്ചോ. ഇതാ കണ്ടോ, ഇങ്ങനെയുള്ള കുറേ എണ്ണം ഉണ്ട്. അപ്പോൾ നാളത്തേക്കല്ല മറ്റന്നാളൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ ആയി കിട്ടും. അപ്പോൾ ഒരു 1.5 വിട്ട് നമ്മൾ കുടംപുളിയൊക്കെ പെറുക്കാൻ വരുന്ന പോലെ മാംഗോസ്റ്റിൻ പറിക്കാൻ വരണം. അങ്ങനെ പറിച്ചാലേ നമുക്ക് കിട്ടുള്ളൂ. മറ്റേത് അണ്ണാൻ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മാംഗോസ്റ്റിൻ കിട്ടാതാവും. പിന്നെ കുറേ ആൾ നമ്മളോട് കമന്റിൽ കഴിഞ്ഞ വർഷം ചോദിച്ചിരുന്നു മാംഗോസ്റ്റിൻ കൊടുക്കാനുണ്ടോ എന്നൊക്കെ. അപ്പോൾ നമ്മൾ ആവശ്യം കഴിഞ്ഞാൽ ബാക്കിയുള്ള മാംഗോസ്റ്റിനും പച്ചക്കറി വാങ്ങിക്കാൻ വരുന്ന ആളുകളൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറിക്കുന്ന സമയത്ത് കേട്ടോ, നമ്മൾ പറിക്കുന്ന ദിവസമൊക്കെ പച്ചക്കറി വാങ്ങിക്കാൻ വരുന്നവരൊക്കെ മാംഗോസ്റ്റിൻ വാങ്ങിച്ചു പോകാറുണ്ട്. അപ്പം അങ്ങനെ ഉണ്ടാവും. ഇപ്പോഴല്ല, 2 ആഴ്ച കൂടെ കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് വീട്ടിൽ വന്നാലൊക്കെ മാംഗോസ്റ്റിൻ എല്ലാവർക്കും ഇതുപോലെ കൊണ്ടുപോകാം. അപ്പം എന്നാലേ ഇത് കൊണ്ടുപോയിട്ട് ബിയമോളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ കണ്ടാൻ ഇട്ടു. ഓളും കുറേ ദിവസമായി നമ്മൾ വീടിൻ്റെ അവിടുത്തെ ആവണില്ല ചോദിച്ച് നടക്കുന്നത്. ഇതുപോലെ തോട്ടത്തിലായിട്ട് അവൾ കണ്ടിട്ടില്ല. അപ്പം എന്നാൽ പോട്ടെ, വീഡിയോ നിർത്തട്ടെ. നല്ല കിതപ്പുണ്ട് മരത്തിന് മുകളിൽ കയറി ചാടിയപ്പോൾ ഇതിന് ഒന്ന് പൊറിച്ചു പോവല്ലേ.